എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10ലെ NCERT സ്പർശം എന്ന ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കബീർ കി സാക്കിയാണ്. ഇതിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആൻസറാണ്. ക്ലാസ് കേട്ട് നോക്കുക. ഓക്കെ. प्रश्न 1. मीठी वाणी बोलने से औरों को सुख और अपने तन को शीतलता कैसे प्राप्त होती है? മധുരമുള്ള വാക്കുകൾ പറയുന്നതിലൂടെ ഔറോക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്കും അതുപോലെ തന്നെ അപ്പനെ തൻകോ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനും സുഖവും ശീതളത ഒരു ഫ്രഷ്നെസ്സും എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. നല്ല മധുരമുള്ള സ്നേഹത്തോടെയുള്ള നല്ല വാക്കുകൾ പറയുന്നതിലൂടെ മറ്റുള്ളവർക്കും സുഖവും അതുപോലെ തന്നെ നമുക്കും സുഖവും കിട്ടുന്നത് എങ്ങനെയെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? മീठी वाणी बोलने से मन का अहंकार समाप्त हो जाता है. മധുരമുള്ള വാക്ക് പറയുന്നതിലൂടെ, അതായത് നല്ല വാക്കുകൾ സംസാരിക്കുന്നതിലൂടെ മനസ്സിലുള്ള അഹങ്കാരം സമാപ്ത് ഹോ ജാത്താ ഹെ നഷ്ടമാകുന്നു അല്ലെങ്കിൽ തീരുന്നു. അതായത് നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരമെല്ലാം ഒരു മധുരമുള്ള അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് കേട്ടാൽ എന്താ പറയുന്നത്? വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ സ്നേഹത്തോടെ സംസാരിച്ച് അയാളുടെ ദേഷ്യമെല്ലാം മാറി അയാൾ വളരെ കൂളാവുന്നു. അത് തന്നെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഈ ഹമാരെ തൻകോ ശീതളത പ്രദാൻ കർത്തി. ഇത് നമ്മുടെ മനസ്സിന് എന്താണ്? ഒരു ഊഷ്മളത, അതായത് ഒരു മനസ്സിനൊരു ശാന്തത അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു സമാധാനം നമുക്ക് കിട്ടുന്നു. അവർ സുന്നേ വാലോക്കൊക്കെ, അതായത് കേൾക്കുന്നവർക്കും എന്താണ്? സുഖ അവർ പ്രസന്നതാക്കി അനുഭൂതി പ്രദാൻ കർത്തി. കേൾക്കുന്നവർക്കും ഒരു സുഖവും അതുപോലെ തന്നെ സന്തോഷവും, പ്രസന്നത എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ഒരു സന്തോഷവും ഉണ്ടാകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? दीपक दिखाई देने पर अंधियारा कैसे मिट जाता है? साकी के संदर्भ में स्पष्ट कीजिए. എന്താണ് ദീപക് എന്ന് പറഞ്ഞാൽ വെളിച്ചം കാണുന്നതിലൂടെ അന്തിയാര ഇരുട്ട് എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? സാക്കിയിൽ പറഞ്ഞിരിക്കുന്ന ആ സന്ദർഭം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാക്കി പഠിച്ചപ്പോൾ വായിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കാം. ഗഹരെ അന്ധകാർ മേ ദീപക് ജലാനേസെ അന്ധകാർ മിറ്റ് ജാത്താ ഹെ. വളരെ ഗഹര എന്ന് പറഞ്ഞാൽ ആഴം വരെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കൂരിരുട്ടെന്ന് പറയില്ലേ. അപ്പോൾ അത്രയും ഇരുട്ടിൽ ഒരു ദീപക് ജലാനേസെ, ഒരു വിളക്ക് തെളിയുമ്പോൾ അല്ലെങ്കിൽ തെളിക്കുമ്പോൾ അന്ധകാർ മിഡ്ജാത്ത ഹെ അന്ധകാരം ഇല്ലാതാകുന്നു. ഉസി പ്രകാർ അതുപോലെ തന്നെയാണ് ഞാൻ രൂപി ദീപക് ജബ് ഹൃദയമേ ജലാത്ത ഹേത്തോ. അറിവിൻ്റെ ദീപം, ഞാൻ എന്ന് പറഞ്ഞാൽ അറിവ്, നോളേജ്, അറിവിൻ്റെ ആ വിളക്ക് നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിലെ നമ്മൾ അറിവ് സമ്പാദിക്കുമ്പോൾ തോ അജ്ഞാൻ രൂപി അന്ധകാർ മിഡ്ജാത്താക്കി നമ്മുടെ മനസ്സിലുള്ള ആ അജ്ഞാൻ, അറിവില്ലായ്മ നഷ്ടമാകുന്നു. ആ അന്ധകാരം എന്താണ്? ഇല്ലാണ്ടാവുന്നു. കവി കഹന ഹേ കി മൻ കെ വികാർ. കവി എന്താ പറയുന്നത്? മൻ കെ വികാർ, മനസ്സിലെ വികാരങ്ങൾ. എന്തൊക്കെയാണ് വികാരങ്ങൾ? അർത്ഥാത് സംശയം, ഭ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സാധനത്തിനോടുള്ള ഒരു അമിതമായ ആഗ്രഹം, അതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. കോപം എന്ന് പറഞ്ഞാൽ ദേഷ്യം. ആദ്യം നഷ്ട ഹോ ജാത്ത ഹെ. അപ്പോൾ അറിവ് കിട്ടുന്നതിലൂടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഇല്ലാതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? തബി ഉസെ ഈശ്വർക്ക് പ്രാപ്തി ഹോ ജാത്തി ഹെ. അപ്പോഴാണ് ഈശ്വരനെ എങ്ങനെയാണ് നമ്മുടെ ആ ഭ്രമങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ശമിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈശ്വരനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് ലയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഈശ്വരനെ കൂടുതലും അടുത്തറിയുന്നതെന്നാണ് ലേഖൻ പറയുന്നത്. പ്രശ്ന 3. ईश्वर कण कण में व्याप्त है पर हमें उसे क्यों नहीं പാത്തെ ദാന്നില്ല. എന്തുകൊണ്ടാണ് ഈശ്വരൻ ഓരോരോ കണങ്ങളിലും അല്ലെങ്കിൽ ഓരോരോ സ്ഥലങ്ങളിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഈശ്വർ സബ് और വ്യാപ്ത് ഹേ വ നിരാകാർ ഹേ. ഈശ്വരൻ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. നിരാകാർ, ഒരു രൂപവുമില്ല, ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഹമാരാ മൻ അജ്ഞാനത और അഹങ്കാർ ആദി കെ കാരണോ സെ ദേഖ്നെ ഹി പാത്തെ. എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്? അജ്ഞാനത, അതായത് അറിവില്ലായ്മയും അഹങ്കാരവും കൊണ്ട് നമ്മൾക്ക് ഈശ്വരനെ കാണാൻ അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനെ കാണാൻ ശ്രമിക്കാറില്ല എന്നാണ് പറയുന്നത്. हम उसे मंदिर और मस्जिद जैसी जगहों में ढूंढने की कोशिश में लगे रहते हैं. നമ്മൾ എന്ത് ചെയ്യും? ഈശ്വരനെ അമ്പലങ്ങളിലും മസ്ജിദ് പള്ളികളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ലേക്കിൻ പക്ഷേ ഈശ്വരൻ എവിടെ ഉണ്ടെന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈശ്വരൻ. പക്ഷേ മനസ്സിലുള്ള അഹങ്കാരവും
അറിവില്ലായ്മ കാരണം നമ്മളിത് തിരിച്ചറിയുന്നില്ല. എന്നിട്ട് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് അമ്പലങ്ങളിലും പള്ളികളിലും പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ലേക്കിൻ ഹമാരി അജ്ഞാനത സമാപ്തി ഹോത്തി, എപ്പോഴാണ് നമ്മുടെ ആ അറിവില്ലായ്മ മാറി അറിവ് കിട്ടുന്നത്? ഉസി സമയം ഹമാരെ അന്തരാത്മാക്ക ദീപക് ജലാനെ ലഗ്തേ ഹേ, നമ്മുടെ ആത്മാവിലൊരു വെളിച്ചം വരുമ്പോൾ, അല്ലെങ്കിൽ അറിവ് കിട്ടിയ ആത്മാവിലൊരു വെളിച്ചം വരുമ്പോൾ ഉസി സമയം ഹം ഈശ്വർക്കോ ദേഖ് പാത്തെ, ആ സമയത്ത് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുമെന്ന്. പ്രശ്ന 4, സംസാർ മേ സുഖി വ്യക്തി കോൺ ഹേ और ദുഃഖി കോൺ, ലോകത്തിൽ സുഖിച്ച് ജീവിക്കുന്ന വ്യക്തി ആരാണ്, അതുപോലെ തന്നെ ലോകത്തിൽ ദുഃഖി ആരാണെന്ന്. യഹം സോന और ജാഗന കിസ്കെ പ്രതി, സോന എന്ന് പറഞ്ഞാൽ ഉണരുക, ജാഗന എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക, അവരെ എന്തിനാണ് ഉപമിച്ചിരിക്കുന്നത്? ഇസ്കാ പ്രയോഗം യഹാം ക്യോം കിയാ ഗയാ ഹെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രയോഗങ്ങൾ, അതായത് സോന ജാഗന എന്നുള്ള പ്രയോഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കവിയോട് ഉപയോഗിച്ചിരിക്കുന്നത്? स्पष्ट कीजिए. എന്താണ് ആൻസർ? संसार में वह व्यक्ति सुखी है जो प्रभु प्राप्ति की कोशिश न करके सांस्कारिक विषयों में डूबकर ആനന്ദപൂർവ്വം होता है. ലോകത്തിൽ സുഖിച്ചിരിക്കുന്ന വ്യക്തികൾ എന്താണ്? പ്രഭു പ്രാപ്തിക്ക് കോശിഷ് ന കർക്കെ, പ്രഭു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈശ്വരനെയാണ്. ഈശ്വരനെ പ്രാപിക്കാനായിട്ട് ശ്രമിക്കാതെ, അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കാതെ സാംസ്കാരിക വിഷയം, അതായത് ലൗകികമായ വിഷയങ്ങളില്ല, അതായത് ആഡംബരങ്ങളിലൊക്കെ ഡൂബുക്കർ, അതിലൊക്കെ മുങ്ങിയിട്ട് ആനന്ദപൂർവ്വം ഹൊത്തായി, വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്നവർ, അവരാണ് ലോകത്തിൽ സുഖി. അവർക്ക് എന്താണ്, മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, അവരിങ്ങനെ സുഖിച്ച് ജീവിക്കുന്നു. ഇസ്കെ വിപരീത, പക്ഷെ ഇതിന് നേരെ വിപരീതമായിട്ട് വ വ്യക്തി ജോ പ്രഭുക്കോ പാനേക്കയിലെ തടപ്രഹ, ഏത് വ്യക്തിയാണോ ഈശ്വരനെ പ്രാപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുന്ന ഏത് വ്യക്തിയാണോ ഈശ്വർക്ക് വിയോഗസെ ദുഃഖി ഹേ, അവർ ഈശ്വരനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ദുഃഖിയാണ്. കാര്യം എവിടേക്ക് അലഞ്ഞു തിരിഞ്ഞിട്ടും അവർക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈശ്വരനോട് കൂടുതൽ അവരടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്താണ്, ഈശ്വരനെ കണ്ടു കിട്ടാത്തത് കൊണ്ട് അവർക്ക് ദുഃഖമുണ്ട്. വഹി ജാഗ്രഹ, അവരാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ജാഗന, എഴുന്നേറ്റിരിക്കുന്നത്. മറ്റവരെപ്പോഴും എന്താണ്? സുഖിച്ച് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. യഹാ സോനാ കാ പ്രयोग പ്രഭു പ്രാപ്തി के प्रयासों में विमुख होने पर जागना प्रभु प्राप्ति के लिए किया जा रहा है. സോന എന്ന് പറഞ്ഞ ഉറങ്ങുക എന്ന് പറയുന്ന പ്രയോഗം ഇവിടെ ഈ എന്താണ്? പ്രഭു പ്രാപ്തിക്ക് പ്രയാസവുമേ വിമുഖ ഹോനെ, ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കാതെ മടിച്ചിരിക്കുന്നവരെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് സോന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ ജാഗന എഴുന്നേറ്റിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രഭു പ്രാപ്തിക്ക് കിയേ ജാ രഹേ പ്രയാസവും കെ പ്രതീക് ഹേ, ഈശ്വരനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് ഇവിടെ ജാഗന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. इसका प्रयोग मानव जीवन में सांस्कारिक विषयों वासनाओं से दूर रखने तथा सचेत करने के लिए किया गया है. അതായത് ഇവിടെ ഇത് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? മാനവ ജീവൻ, മനുഷ്യ ജീവിതത്തിൽ സാംസ്കാരിക വിഷയവും വാസനാവും സാംസ്കാരിക, അതായത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കവിയോട് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. प्रश्न 5, अपने स्वभाव को निर्मल रखने के लिए कबीर ने क्या उपाय सुझाया है? നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം അതായത് നല്ല രീതിയിലായിരിക്കാൻ വേണ്ടിയിട്ട് കബീർ എന്തൊക്കെയോ ഉപായമാണ് പറഞ്ഞു തരുന്നത്. കബീർ കാ കഹന ഹേ കി ഹം അപ്നെ സ്വഭാവ് കോ നിർമ്മൽ और सरल बनाए, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം വളരെയധികം സോഫ്റ്റ് ആക്കുക, നിർമ്മലമാക്കുക, സരൾ ലഘുവാക്കുക, അതായത് മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്ന വളരെ നല്ല രീതിയിലായിരിക്കണം, ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മളുടെ വായിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതികൾ, പെരുമാറുന്ന രീതികൾ. തോ ഹം അപ്പനെ ആസ്പാസ്, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറയുന്നത്? അപ്പനെ ആസ്പാസ് നിന്നകോക്ക് രക്നാച്ചാക്കി, നമ്മുടെ തൊട്ടടുത്ത് നമ്മളെന്താണ് നമ്മളെ ചീത്ത പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ വെറുക്കുന്നവരെയൊക്കെ നമ്മളെന്തേ സാധാരണ ചെയ്യുന്നത്? മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ കവി ഇവിടെ പറയുന്നത് അവരെയൊക്കെ, നമ്മളെ നിന്ദിക്കുന്നവരും നമ്മളെക്കുറിച്ച് മോശം പറയുന്നവരെയൊക്കെ നമ്മളോട് ചേർത്ത് നിർത്തുക എന്നാണ് പറയുന്നത്. ആസ്പാസ് നിന്നകോക്കോ രഖ്ന ചാഹിയെ താക്കി, എന്തുകൊണ്ടെന്നാൽ വേ ഹമാരി ബുരായിയോക്കോ ബത്താ സകെ, കാര്യം അവർ പറയുന്ന നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ട് ഉൻകി ദ്വാര ബത്തായകയെ ബുരായിയോക്കോ, അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ മോശ കാര്യങ്ങൾ ദൂർ കറക്കെ, അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഹം അപ്പനെ സ്വഭാവം
ബിനാ പാനി ഓർ സാബുൻ സെ നിർമ്മൽ ബൻ സക്തേ ഹെ. അതായത് അവർ പറയുന്ന നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് തിരുത്താൻ. എങ്ങനെ തിരുത്താൻ? എന്തെങ്കിലും ഒരു വസ്തു ക്ലിയർ ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോപ്പും വെള്ളവും ഉപയോഗിച്ച് അത് വാഷ് ചെയ്യും. പക്ഷേ ഇവരെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളവും സോപ്പും ഉപയോഗിച്ച് ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ നിന്ദിക്കുന്നവരെ അകറ്റി നിർത്താതെ നമ്മളോട് ചേർത്ത് നിർത്താനാണ് കവി ഇവിടെ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. പ്രശ്ന 6. ഏകെ അഷിർ പീവ് കാ പടേസു പണ്ഡിത് ഹോയി ഇസ് പങ്ക്തി ദ്വാര കവി ക്യാ കഹന ചാത്തേ ഹെ. നമ്മൾ പഠിച്ചു. ഏകെ അഷിർ പീവ് കാ പടേസു പണ്ഡിത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ. എന്ത്? പീവ്. അഷിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരം. പീവ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ പണ്ഡിതനായിട്ട്. അത് ഈ വരികളിൽ എന്താണ് കവി ഉദ്ദേശിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏകെ അഷിർ പീവ് കാ പടേസു പണ്ഡിത് ഹോയി പങ്ക്തി കെ മാധ്യം സെ കവി യ കഹന ചാഹത്തെ ഹെ കി സംസാർ മേ പീവ് അർത്ഥാത് ബ്രഹ്മം. ലോകത്തിൽ പീവ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ബ്രഹ്മാവ് എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഒരു സത്യമേ ഉള്ളൂ. ഉസേ പടയ ജാനെ ബിന. അതേ ആ സത്യത്തെ പഠിക്കാതെ അല്ലെങ്കിൽ അറിയാതെ കോയി ബി പണ്ഡിത് ജ്ഞാനി, പണ്ഡിത് എന്ന് പറഞ്ഞാൽ ജ്ഞാനി, അറിവുള്ള വ്യക്തി, നഹി ബൻ സക്ത. അതായത് ഈശ്വരനെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഈശ്വരനെ അറിയാതെ, ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഒരുപാട് ബുക്കുകളും ഗ്രന്ഥങ്ങളും വായിച്ചത് കൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും പണ്ഡിതനാകില്ല എന്നാണ് കബീർദാസ് ഇവിടെ പറയുന്നത്. ഇനി നിമ്നലിഖിത കാ ഭാവ സ്പഷ്ട കീജിയെ. പ്രശ്നം 1. വിരഹ പുവംഗം തൻബസെ മന്ത്രന ലാഗെ കൊയ്. ഈസ് പങ്ക്തി കാ ഭാവ് ഹേ കി വിരഹ്. വിരഹ് എന്ന് പറഞ്ഞാൽ ജുദായി, അൽഗാവ്, അതായത് വേർപിരിയൽ, നഷ്ടപ്പെട്ടു പോകൽ. ഏക്ക് സർപ്പക്കെ സമാനം ഹോത്തായി. അതായത് നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു സർപ്പത്തിനെ പോലെയാണെന്നാണ് പറയുന്നത്, പാമ്പിനെ പോലെ. ജോ ശരീരമേ പസ്താഹേത്തോ. അത് നമ്മുടെ ആ വിഷമം അല്ലെങ്കിൽ ഒരാൾ വേർപെട്ടതിൻ്റെ ദുഃഖം നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തോ ശരീർ കാ ക്ഷയ ഹോത്താകെ. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ, ആ നഷ്ടം ഓർത്ത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടത് ഓർത്ത് നമ്മളിങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ എന്താണ്? ശരീരത്തെ അത് ബാധിക്കും, ശരീരം ക്ഷയിക്കുമെന്നാണ് പറയുന്നത്. ഈ വിരഹരൂപി സർപ്പ് പർ കിസി ബി ദവാക്കാ അസർ നഹി പഡ്താ. ഒരു മരുന്നും ഇങ്ങനെ വിരഹിച്ച് നിൽക്കുന്ന ഒരു സർപ്പത്തെ പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സർപ്പം നമ്മുടെ ശരീരത്ത് പ്രവേശിക്കുമ്പോൾ ഒരു മരുന്നും, ദവ എന്നാണ് ഒരു മെഡിസിനും കൊടുത്തിട്ട് ഒരു മരുന്നും നമുക്ക് ഫലിക്കില്ല ആ ശരീരത്ത്. ക്യോക്കി ഇപ്പോൾ വിരഹ് ഈശ്വർക്കോ നാ പാനേക്ക് കാരണമൊത്ത. എന്തുകൊണ്ടാണ്? ഈശ്വരനെ കണ്ടെത്താൻ പറ്റാത്ത വിരഹത്തൽ ആണ് ആ ദുഃഖമുള്ളത്. അപ്പോൾ അതിൽ ഒരു മരുന്നും ഫലിക്കില്ല. ജബ് അപ്നെ പ്രിയ ഈശ്വർക്ക് പ്രാപ്തി ഹോ ജാതി ഹോ. എപ്പോഴാണോ നമ്മുടെ പ്രിയപ്പെട്ട ഈശ്വരനെ നമുക്ക് കാണാൻ അല്ലെങ്കിൽ അതിലേക്ക് അടുക്കാൻ പറ്റുന്നത്, തോ വിരഹരൂപി സർപ്പസെ മുക്ത ഹോ ജാത്ത ഹെ. അപ്പോഴാണ് ഈ വിരഹരൂപി ആയ സർപ്പം നമ്മളിൽ നിന്നും വേർപെട്ട് പോയി നമ്മൾ ഈശ്വരനിലേക്ക് ലയിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രശ്ന 9. കസ്തൂരി കുണ്ടലി ബസെ മൃഗഡൂണ്ടെ വെൻ മാഹി. ഇസ് പങ്ക്തി കാ ഭാവ് ഹേ കി ഭഗവാൻ ഹമാരെ ശരീർ കെ അന്തർ ഹി വാസ് കർത്തേ ഹേ. നമ്മൾ പറഞ്ഞു കസ്തൂരി എന്ന ആ മാനിൻ്റെ കുണ്ടലി നാഭിയിലാണ് എന്ത്? ഈ മാനിൻ്റെ കുണ്ടലി നാഭിയിലാണ് എന്തിരിക്കുന്നത്? കസ്തൂരി. പക്ഷേ മാനിനതറിയില്ല. മാൻ എന്ത് ചെയ്യും? ഈ കസ്തൂരിയുടെ മണം, സുഗന്ധം വല്ലാതെ വ്യാപിക്കുന്നത് കൊണ്ട് കാട് മുഴുവൻ ഇങ്ങനെ ഈ കസ്തൂരിയുടെ മണം എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ച് നടക്കും. പക്ഷേ ഓൾറെഡി എന്താണ്? കസ്തൂരിയുടെ നാഭിയിൽ, ഈ മാനിൻ്റെ നാഭിയിലാണ് കസ്തൂരി ഉള്ളത്. അപ്പോൾ ഭഗവാൻ അതേപോലെ തന്നെയാണ് ഭഗവാൻ ഹമാരെ ശരീരക്ക് അന്തർഹി വാസ് കർത്തേ. ഓരോരോ മനുഷ്യൻ്റെ ഉള്ളിലും എന്തുണ്ട്? ഭഗവാനുണ്ട്. പക്ഷെ അത് മനുഷ്യർക്കറിയില്ല. മനുഷ്യരെന്താ ചെയ്യുന്നത്? ഈശ്വരൻ അന്വേഷിച്ച് അമ്പലങ്ങളിലും പള്ളികളിലും നടക്കും. അതാണ്. അപ്പോൾ കസ്തൂരി മാൻ എങ്ങനെയാണ് കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നത്? അതുപോലെ തന്നെയാണ് ജനങ്ങളും ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്നതെന്നാണ് കബീർദാസ് ഇവിടെ പറയുന്നത്. ജൈസെ ഹിരൺ കി നാഭി നാഭിമേ കസ്തൂരി ഹോത്തി. എപ്രകാരമാണോ മാനിൻ്റെ നാഭിയിൽ കസ്തൂരി ഉള്ളത്, ലേക്കിൻ ഉസ്കി ഖുശ്ബൂസെ പ്രഭാവിത ഹോക്കർ, ആ കസ്തൂരിയുടെ സ്മെല്ലിൽ അല്ലെങ്കിൽ ആ സുഗന്ധത്തിൽ ആകർഷിച്ചു കൊണ്ട് ഹിരൺ ചാരോമോ ഡൂണ്ടത്ത ഫിർത്തായെ. ഈ മാൻ എന്ത് ചെയ്യും? അതന്വേഷിച്ച് 4 വശവും ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നു. ठीक उसी तरह അതുപോലെ തന്നെയാണ് മനുഷ്യ ഈശ്വർക്കോ ഈ സംസാർക്കെ വിഭിന്ന ക്ഷേത്രോ में ढूंढता रहता है. മനുഷ്യൻ ഈശ്വരനെ ഈ ലോകത്തിലെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. കിന്തു ഈശ്വർ അപ്പനെ ആത്മാവേ ജാഗനെ സേ ഹി പ്രാപ്ത് ഹോത്തി ഹെ. നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ
ഉണ്ട്, അതിനെ നമ്മൾ തിരിച്ചറിയണമെന്നാണ് കബീർദാസ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജബ് മേധാ തബ് ഹരി നഹി അബ് ഹരി ഹെ മേ നഹി. ഇസ്കാ ഭാവ് ഹേ കി ജബ് മനുഷ്യക്ക് ഭീതർ അഹം. മേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അഹങ്കാരനെയാണ്. അപ്പോൾ എപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഞാൻ എന്ന ഭാവമുള്ളത് അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഭാവമുള്ളത്, അഹങ്കാർ വിദ്യമാൻ രഹത്ത. അപ്പോൾ അഹങ്കാരം മാറിയാൽ തബ് തക് ഇസ് ഈശ്വർ की प्राप्ति नहीं होती. അഹങ്കാരത്തിൻ്റെ ഭാവം എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നിന്നും മാറുന്നത്, മാറാതെ ഈശ്വരനെ നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല. അഹം കെ മിട്ടേഹി ഈശ്വർ की प्राप्ति हो जाती. അഹം എപ്പോഴാണോ മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ അഹങ്കാരം എപ്പോഴാണോ മാറ്റിവെക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് അടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ്, പോത്തി പടി പടി ജഗ് യുവ പണ്ഡിത് ബയാന ഹോയ്. പോത്തി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ, ബുക്കുകൾ. ഇസ്കാ അർത്ഥ ഹേ കി പോത്തിയോം ഏവം വേദ് പഠിക്കർ സംസാർ തഗ്ഗയ. അതായത് ഗ്രന്ഥങ്ങൾ പഠിച്ച് എന്താണ് ആൾക്കാർ ക്ഷീണിച്ചു അല്ലെങ്കിൽ ടയേർഡായി. ഉസേ പഠിക്കർ ആദ്യത്തെ കൊയ്വി പണ്ഡിറ്റ് നഹി ബൻ സഹ. കാര്യം ഗ്രന്ഥങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് ഈ ലോകത്ത് ആരും വലിയ പണ്ഡിതനൊന്നും ആയിട്ടില്ല, ജ്ഞാനിയൊന്നും ആയിട്ടില്ല. അർത്ഥാത് ഈശ്വർ കെ പ്രേം കെ ബിന ഉസ്കി ദയാ കെ ബിന കോയി ബി പണ്ഡിറ്റ് നഹി ബൻ സക്ത. ഈശ്വരനെ അറിയാതെയോ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ എത്രത്തോളം ബുക്കുകൾ വായിച്ചത് കൊണ്ടൊന്നും പണ്ഡിതനാകില്ല എന്നാണ് ലേഖകനോടെ കബീർദാസോടെ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക്